ഈശോയിൽ ഇത്രയും സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-18 അധ്യായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒന്നാമത്തെ മോക്ക് ടെസ്റ്റിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 10 ചോദ്യങ്ങളാണ് 2 ചാപ്റ്റേഴ്സിൽ നിന്ന് എടുത്തിരിക്കുന്നത്. കൗണ്ട് ഡൗൺ ടൈം 10 സെക്കൻഡ് ഉണ്ട്. ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞ് 10 സെക്കൻഡ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ടുണ്ട്. എല്ലാവരും ശരിക്ക് ആലോചിച്ച് ആൻസർ ചെയ്യുക. ഈ രണ്ട് സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ മനസ്സിലാക്കുക, മുഖ്യ വചനങ്ങൾ ഹൃദയസ്ഥമാക്കുക, ഉപമകൾ ശ്രദ്ധിച്ച് വായിച്ചു പഠിക്കുക, കൂടാതെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ മനസ്സിലാക്കുക, ക്രിസ്തുവിൻ്റെ സൗഹൃദങ്ങളും സുഖപ്പെടുത്തലുകളും പഠിക്കുക, 10 കുഷ്ഠരോഗികൾ എന്ന സംഭവത്തിലൊരു വിജാതീയൻ മാത്രം തിരിച്ചു വന്ന് നന്ദി പ്രകടിപ്പിച്ചെന്ന സന്ദേശം ശ്രദ്ധിക്കുക, എല്ലാറ്റിനും ഉപരിയായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുക. There are 10 questions of 5 marks each. Try to score all 50 marks. All the very best. നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ക്വിസിന് വേണ്ടി തയ്യാറാകാം. സ്നേഹനാഥനായ ഈശോയെ, എല്ലാ ജ്ഞാനത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഉറവിടം നീയാകുന്നു. ലൂക്ക 17-18 അധ്യായങ്ങളുടെ ഈ ക്വിസ് എഴുതുമ്പോൾ എൻ്റെ മനസ്സിന് തെളിച്ചവും ഹൃദയത്തിന് വിനയവും പ്രദാനം ചെയ്യണമേ. ഞാൻ അറിയുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് ഈ അറിവ് വിശ്വാസത്തിലും ക്ഷമയിലും സ്ഥിരതയിലും എന്നെ വളർത്തട്ടെ. എൻ്റെ ജീവിതം നിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കാൻ അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഒന്നാമത്തെ ചോദ്യം: ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞത് ആര്? സബദീപുത്രന്മാർ, അപ്പോസ്തലന്മാർ, ജനക്കൂട്ടം, 10 കുഷ്ഠരോഗികൾ. ഈ 4 ഓപ്ഷനിൽ നിന്ന് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞത് ആര്? ഉത്തരം അപ്പോസ്തലന്മാർ. ലൂക്ക 17:5 അപ്പോസ്തലന്മാർ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ, ബി ഓപ്ഷൻ. അടുത്ത ചോദ്യം: യേശു സുഖപ്പെടുത്തിയ 10 കുഷ്ഠരോഗികളിൽ മടങ്ങി വന്ന് യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞത് ആര്? സമറിയക്കാരൻ, യഹൂദൻ, റോമാക്കാരൻ, ഗ്രീക്കുകാരൻ. ഈ 4 പേരിൽ ആരാണ് തിരിച്ചു വന്ന് യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞത്? ഉത്തരം സമറിയക്കാരൻ, ഓപ്ഷൻ എ. ലൂക്ക 17:17 സമറിയക്കാരനാണ്. മൂന്നാമത്തെ ചോദ്യം: ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് യേശു മറുപടി പറഞ്ഞത് ആരുടെ ചോദ്യത്തിനാണ്? ഓപ്ഷൻസ്: ശിഷ്യന്മാരുടെ, സദുക്കായരുടെ, ഫരിസേയരുടെ, പുരോഹിതന്മാരുടെ. ഈ 4 വിഭാഗത്തിൽ ആരുടെ ചോദ്യത്തിനാണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് യേശു മറുപടി പറഞ്ഞത്? ഉത്തരം ഓപ്ഷൻ സി, ഫരിസേയരുടെ. ലൂക്ക 17, 20, 21 വാക്യങ്ങളിൽ നമ്മളത് കാണുന്നു. ഫരിസേയരുടെ, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നാലാമത്തെ ചോദ്യം: ലൂക്ക 17 ആർക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക എന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: സാറായിക്ക്, ലോത്തിൻ്റെ ഭാര്യയ്ക്ക്, നോഹയുടെ ഭാര്യയ്ക്ക്, റാഹേലിന്. ആർക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക? ഉത്തരം ലോത്തിൻ്റെ ഭാര്യയ്ക്ക്. ലൂക്ക 17:32 ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, ലോത്തിൻ്റെ ഭാര്യയ്ക്ക്. അടുത്ത ചോദ്യം: ലൂക്ക 17 അവസാന ഭാഗത്ത് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: കർത്താവേ, ഇവയൊക്കെ എപ്പോൾ സംഭവിക്കും? കർത്താവേ, ഞങ്ങളിവ എങ്ങനെ അറിയും? കർത്താവേ, എവിടേക്ക്? കർത്താവേ, ആര് രക്ഷിക്കപ്പെടും? ഉത്തരം ഓപ്ഷൻ സി, കർത്താവെ എവിടേക്ക്. ലൂക്ക 17:36 കർത്താവെ എവിടേക്ക് എന്നാണ് അവർ ചോദിക്കുന്നത്. ആറാമത്തെ ചോദ്യം: യേശു ജെറീക്കോയെ സമീപിച്ചപ്പോൾ വഴിയരികിലിരുന്ന് ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നതാര്? ഓപ്ഷൻസ്: ഒരു കുഷ്ഠരോഗി, ഒരു കുരുടൻ,
ഒരു ചുങ്കക്കാരൻ, ഒരു കൂനുള്ള ഒരു സ്ത്രീ. ആരാണ് വഴിയരികിലിരുന്ന് ഫിഷ് അയച്ചുകൊണ്ടിരുന്നത് യേശു ജെറിക്കോയെ സമീപിച്ചപ്പോൾ? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ഒരു കുരുടൻ. ലൂക്ക 18:35. ഒരു കുരുടനാണ് വഴിയരികിലിരുന്ന് ഫിഷ് അയച്ചുകൊണ്ടിരുന്നത് ജെറിക്കോയുടെ അടുത്ത്. 7ാമത്തെ ചോദ്യം, ലൂക്ക 18:8 ആര് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് യേശു ചോദിക്കുന്നത്? ആര് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് യേശു ചോദിക്കുന്നത്? ഓപ്ഷൻസ്: ഏലിയ, മോശ, മനുഷ്യപുത്രൻ, ദേവപുത്രൻ. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, മനുഷ്യപുത്രൻ. ലൂക്ക 18:8 മനുഷ്യപുത്രൻ. 8ാമത്തെ ചോദ്യം, എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും എന്ന വചനഭാഗം ലൂക്കയുടെ സുവിശേഷത്തിലെ ഏത് ഉപമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധനികനായ മനുഷ്യൻ്റെ, ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും, സക്കേവൂസിൻ്റെ ഭോഷനായ ധനികൻ്റെ, ഇതിലേതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അല്ലെ എപ്പോഴാണ് ഈശോ അത് പറയുന്നതെന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിലാണ് ഇത് കാണുന്നത്. ലൂക്ക 18:14 ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെ ഉപമ. അടുത്ത ചോദ്യം 9. ലൂക്ക 18 നല്ലവനായ ഗുരു, നീ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചതാര്? ഉത്തരം ഓപ്ഷൻസ്: ഒരു ഫരിസയൻ, ഒരു ചുങ്കക്കാരൻ, സക്കേവൂസ്, ഒരു അധികാരി. ലൂക്ക 18 നല്ലവനായ ഗുരു, നീ നിത്യജീവൻ കൈവശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചതാര്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, ഒരു അധികാരി. ലൂക്ക 18:18 ഒരു അധികാരിയാണ് അങ്ങനെ ഈശോയോട് ചോദിക്കുന്നത്. 10ാമത്തെ ചോദ്യം, ലൂക്ക 18 യേശു തൻ്റെ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് ഏത് പ്രവചനമാണ് നൽകുന്നത്? 1-ാം പ്രവചനം, 2-ാം പ്രവചനം, 3-ാം പ്രവചനം, 1-2 പ്രവചനങ്ങൾ. ഈ 4 ഓപ്ഷൻസാണ്. അതിൽ കറക്റ്റായിട്ട് ഉത്തരം തിരഞ്ഞെടുക്കുക. യേശുവിൻ്റെ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് 18-ാം അധ്യായത്തിൽ ഏത് പ്രവചനമാണ് നൽകുന്നത്? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 3-ാം പ്രവചനം. ലൂക്ക 18, 31, 33. 3-ാം പ്രവചനമാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. May God bless you. Thanks for watching and also trying this quiz. Hope you have done well. Please do comment as to how you felt and how you did. Thank you. For JJ Logos 316, this is Joseph.